കോഴിക്കോട് വട്ടക്കിണറിൽ യുവതിക്ക് നേരെ അതിക്രമം. വീട്ടിൽ കയറി പെൺകുട്ടിയെ കടന്നുപിടിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ പ്രതി സഫാദ് പോലീസ് പിടിയിലായി. പ്രതിയെ പിടികൂടാൻ വൈകിയെന്നാരോപിച്ച് പരാതിക്കാരിയും ബന്ധുക്കളും സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിച്ചു. പ്രതിയെ സ്റ്റേഷനിലെത്തിക്കുമ്പോൾ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. ഷഹദ് റഹ്മാൻ നൽകും വിശദാംശങ്ങൾ. ഷഹദ്, പോലീസ് സ്റ്റേഷന് മുന്നിൽ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് കണ്ടത്. എന്താണ് ഈ പ്രതിക്കെതിരെ കുടുംബം ആരോപിക്കുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? കോഴിക്കോട് വട്ടക്കിണറിലാണ് ഒരു പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ സഹോദരന്റെ വീട്ടിൽ താമസിക്കാൻ വന്നതായിരുന്നു. ആ ഘട്ടത്തിലാണ് എതിർവശത്തുള്ള വീട്ടിലെ യുവാവ് ഈ പെൺകുട്ടി വീടിന് പുറത്തു നിൽക്കുന്ന സമയത്ത് അതിക്രമിച്ച് അവിടെ എത്തുകയും പിന്നീട് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും കഴുത്തിന് കടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പന്നിയങ്ങര പോലീസിനെയാണ് നാട്ടുകാർ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും പോലീസ് ഈ കുടുംബത്തോട് ഉടൻ തന്നെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ കുടുംബം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി. പിന്നീട് ഈ പന്നിയങ്കര സ്റ്റേഷനിൽ തിരിച്ചെത്തി. രാത്രി 2 മണിയോട് കൂടിയിട്ടാണ് ഈ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പരാതി നൽകി. പക്ഷെ പോലീസ് ഈ പരാതി ഗൗനിച്ചില്ല. പോലീസ് പരാതിയിൽ കേസ് എടുത്തില്ല എന്നുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞു. അതായത് ഇന്ന് രാവിലെ വരാൻ പറഞ്ഞു. കുടുംബം ഏകദേശം 10 മണിയോടുകൂടി അവിടെ എത്തി. പക്ഷേ പോലീസ് അപ്പോഴും കേസ് എടുത്തില്ല. പിന്നീട് മാധ്യമങ്ങളെ, അതായത് റിപ്പോർട്ടറിനെ ഇവർ ഈ കാര്യം വിളിച്ചറിയിക്കുന്നു. അങ്ങനെ റിപ്പോർട്ടർ അവിടെ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യം സംപ്രേഷണം ചെയ്യുന്നു. അതിനുശേഷം ACP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തെത്തുന്നു. ഈ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു. അങ്ങനെ ഏകദേശം 2 യൂണിറ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിക്കുകയും ഏകദേശം വൈകിട്ടോടുകൂടി ഒരു 6 മണി 5:30 മണിയോടുകൂടി ഈ പ്രതിയെ കോഴിക്കോട് ബീച്ച് പരിസരത്ത് നിന്ന് പോലീസ് പിടികൂടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പ്രതിയെ കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ ഈ യുവതിയുടെ, അതായത് അതിജീവിതയുടെ സഹോദരനും ഭർത്താവും അതുപോലെ തന്നെ മാതാവും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഈ പ്രതിയെ കാണിച്ചു തരണമെന്നും അല്ലെങ്കിൽ പ്രതിയെ ഞങ്ങളുടെ മുന്നിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പോലീസ് അതിന് വഴങ്ങിയില്ല. അപ്പോഴേക്കും കാര്യങ്ങൾ കുറെ കൂടി വഷളായിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഈ യുവതിയെ ഈ പ്രതിക്ക് കാണിച്ചു കൊടുത്തു. അത് പ്രതിയെ കാണാൻ ഈ യുവതിക്ക് അവസരം നൽകി. ആ ഘട്ടത്തിൽ ഈ പ്രതി യുവതിയോട് അസഭ്യം പറയുകയും ഒപ്പം തന്നെ പ്രതിയോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അതോടുകൂടി അവിടുത്തെ രംഗം വഷളായി എന്ന് വേണം പറയാം. ഏറ്റവും ഒടുവിൽ ഈ യുവതിയുടെ മാതാവ് പ്രഷർ കൂടി കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ മാതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് അവിടെ ആളുകളെല്ലാം, അതായത് വേറെ കുറച്ച് ആളുകളൊക്കെ പുറത്തുനിന്ന് വരികയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പിന്നീട് അവിടുത്തെ രംഗം ശാന്തമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വർണവുമായി മുങ്ങി ജ്വല്ലറി ജീവനക്കാരൻ.